നമസ്കാരം കേട്ടാ. അതെ, ഇന്ന് നമ്മൾ ഒരു സ്പെഷ്യൽ ചെറിയൊരു സർപ്രൈസ് കൊടുക്കാനുള്ള പരിപാടിയിലാണ്. നമ്മുടെ വൈഫിൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ ഇന്ന് രാത്രി 12 മണിക്ക് ഞങ്ങൾ ഒരു സംഭവം ഒപ്പിച്ചിട്ടുണ്ട്. ചെറിയ സംഭവമാണ്, അത്ര വലിയ കാര്യമായിട്ടുള്ള പരിപാടികളൊന്നും ഇല്ല, എന്നാലും അതിനുള്ള പരിപാടികൾ നോക്കാനുള്ള പരിപാടിയില്ല. അപ്പോൾ ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങാൻ പോവാണ്. എല്ലാവരും റെഡി ആയിട്ടുണ്ട്. ഇതാ നമ്മുടെ ഡുണ്ടിയൊക്കെ സൂപ്പറായിട്ട് റെഡി ആയിട്ട് ഇങ്ങനെയുണ്ട്. അതെ 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 അതെ. അപ്പം ഇനി അടുത്ത ആൾ വരും. വരിക വേഗം വരിക. ഓരോരുത്തർ അവിടെ നിന്ന് ഇറങ്ങാനുണ്ട്. അപ്പോൾ എല്ലാവരും ഇറങ്ങാം. അപ്പോൾ സമയം ഇവിടുത്തെ 11:30 ആവാൻ പോണു. 11:30. അപ്പം ഇനി അരമണിക്കൂർ കൂടിയും കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ 12 മണി ആ സമയമാകുമ്പോഴാണ് നമ്മുടെ ഇന്നത്തെ ബർത്ത്ഡേയുടെ സ്പെഷ്യൽ സർപ്രൈസുകളൊക്കെ കാണാൻ പോകുന്നത്. അപ്പോൾ നിങ്ങളും ഞങ്ങളോടൊപ്പം ഉണ്ടാവണം. ഓക്കെ, ഇതൊരു ചെറിയൊരു സർപ്രൈസാണ്, ഒരു സന്തോഷം. ആ സന്തോഷം മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുക. അതുപോലെ തന്നെ നമ്മുടെ വൈഫിനും ജീവിതത്തിൽ ഒരു സന്തോഷം കൊടുക്കാനൊക്കെ ഇടയ്ക്കിടയ്ക്ക് കൊടുക്കണമല്ലോ. അപ്പോൾ അതിൻ്റെ ഒരു ഭാഗം എന്ന നിലയ്ക്കാണ് നമ്മൾ ഈ പരിപാടികൾ ഒപ്പിക്കുന്നത്. അപ്പോൾ ഒന്നും നോക്കാണ്ട് നമുക്ക് പോവാം. വരിക, എല്ലാവരും വരിക. ഓക്കെ, അപ്പോളേ വൈഫ് ഇതാ ആളെ ആകാംക്ഷഭരിതരായിട്ട് ഇരിക്കുകയാണ്. ഒന്നും അറിയില്ല ആൾക്ക്. അപ്പോൾ ആളിങ്ങനെ ഇതാ മോളെയും പിടിച്ചിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടിയിട്ട് പോകാൻ നിൽക്കുകയാണ്. 11:30 ആയി. അപ്പോൾ 12 മണിക്ക് ഞങ്ങൾ ആഘോഷം തകർക്കുന്നു. എങ്ങനെയുണ്ട്? എന്താ നിന്റെ അഭിപ്രായം? എന്താണ് നീ ഉദ്ദേശിക്കുന്നത്? മമ്മിയുടെ ബർത്ത്ഡേ ആണ്. അപ്പൊ നമ്മൾ ഇപ്പൊ സെലിബ്രേറ്റ് ചെയ്യാൻ പോവാണ്. ടുമാറോ ആണ് ബർത്ത്ഡേ. അപ്പൊ ഇപ്പൊ സെലിബ്രേറ്റ് ചെയ്യാണ്. നമ്മളൊരു സർപ്രൈസ് മമ്മീനെ എടുത്തു വെച്ചിട്ടുണ്ട്. അതാണ് ഒരു സ്പെഷ്യൽ സർപ്രൈസ് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് കാണാൻ അതിൻ്റെ ആ ഒരു ആകാംക്ഷ ഉൾക്കൊണ്ടിട്ടാണ് നമ്മൾ പോണത്. അത്ര വലിയ സർപ്രൈസ് ഒന്നുമല്ല. നോക്കി നോക്കാം. ഓക്കെ, ഇതാ ഓരോരുത്തർ റെഡി ആയിട്ടുണ്ട്. ഇതാ നമ്മുടെ രണ്ടാം അപ്പോൾ നമ്മൾ കേക്ക് അവർക്ക് കൊണ്ടുകൊടുക്കാൻ പോവാണ്. നമ്മുടെ താജ് അൽ ബഹാർ, ഇത് ദൈദിലെ ഒരു അടിപൊളി കിഡിലൻ റെസ്റ്റോറൻ്റാണ്. നിങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഒന്ന് വന്ന് റിവ്യൂ ചെയ്തോളാം. സംഭവം സൂപ്പറാണ്. ഇവിടെ പലതരം സീ ഫുഡുകളുണ്ട്. അപ്പോൾ നമ്മളൊരു സ്പെഷ്യൽ വിഭവങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ മമ്മി അവിടെ വന്നുകൊണ്ടിരിക്കും. മമ്മിക്ക് കാര്യം മനസ്സിലായി, ഫുഡ് അടിക്കാനാണ്. എന്തായാലും ശരി, അപ്പോൾ ബർത്ത്ഡേ അല്ലേ, ഫുഡ് കൊടുക്കാനും ചെയ്യും. വരിക. കാത്തിക്ക് കണ്ടിട്ട് വരും. നമ്മുടെ സ്പെഷ്യൽ ഹോട്ടലാണ്. നമ്മുടെ ഇതിലെ കിട്ടില്ല ഹോട്ടലാണ്. അപ്പോൾ രാത്രി ആയതുകൊണ്ട് ആൾക്കാർ കുറവാട്ടാണ്, അല്ലെങ്കിൽ ഫുള്ള് തിരക്കാണ്. നമ്മളെ രാത്രി മമ്മിയുടെ സന്തോഷം കൊണ്ട് ഭയങ്കര ശരിയാട്ടാ. അപ്പോൾ അവർ കുറച്ച് സെറ്റിങ്സ് ഒക്കെ ചെയ്ത് തന്നിട്ടുണ്ട്. ചെറിയൊരു ബർത്ത്ഡേയുടെ ഒരു മൂഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ഇത്രയൊക്കെ തന്നെയുള്ള അത് അവർ ഇതിലൊക്കെ മേടിച്ച് വെച്ചിട്ടുണ്ടാ, സ്പെഷ്യൽ മേത്രി കത്തിക്കാനൊക്കെ. അപ്പോൾ എല്ലാവരും ഭയങ്കര ലിഷാണ്ട് തിരിയണ്ട. ഹായ് ഹായ് ഹായ്. പുതിയതാണ്, പക്ഷെ വേറെ ടൈപ്പാണ്. എന്ത് പറയണോ ഈ ഒരു ബർത്ത്ഡേ ഇങ്ങനെ ഒരു സെലിബ്രേഷൻ? ഹാപ്പിയാണോ? നമ്മുടെ അപ്പൊ എല്ലാരും ഹാപ്പിയിലാണ്. ഇപ്പൊ സന്തോഷം കൊണ്ട് നിറഞ്ഞിരിക്കും. നോമ്പാണ് ഇപ്പൊ ചെറിയൊരു പ്രശ്നം അല്ലേ? നോമ്പില്ല എന്നാണ് പറയുന്നത്. നോക്കി നോക്കി ഔട്ട്. ഇതൊക്കെ ഉണ്ട് നമ്മുടെ ഐപ്പോഡ് പോലത്തെ സാധനം. അപ്പോൾ ഇതിൽ നമുക്ക് ഓർഡർ ചെയ്തോ. കൂടുതലും വെജിറ്റബിളാണ് നമുക്ക് നോക്കുന്നത്. നോക്കിക്കോ, ഒരാളങ്ങോട്ട് നോക്കിക്കോ. ടെന്നീസ് ഇവിടുത്തെ ഭക്ഷണത്തിൽ മെയിനായിട്ട് സീ ഫുഡാണ് പെട്ട. പക്ഷെ നമുക്കൊന്നും കഴിക്കാൻ പറ്റില്ല, നമ്മൾ നോമ്പാണ്. ഇച്ചിരി നോക്കി നോക്കിക്കോ. പനീറോ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും.
ഇരുമ്പോക്കിന് കുറച്ച് പപ്പടം കൊടുത്തിട്ടുണ്ട്. പപ്പടം ഒരു പ്രത്യേക സ്റ്റൈപ്പിലാണ്. ചട്നി കാണിച്ചിട്ട് അതിലേക്ക് ഒരു ചട്നി ഉണ്ട്. കഴിച്ചു നോക്കിയൊക്കെ ഐസ്ക്രീം കോണ് പറയുന്നുണ്ട്. അടിപൊളി. തൈര പുതിന കൊടുത്തിട്ടുള്ള തൈരല്ലേ? അപ്പൊ കഴിച്ചു തുടങ്ങിക്കോട്ടോ. സ്റ്റാർട്ടറാണ് ഒരു തുടക്കം, ടൈം പാസ്. सूप एत्तिट्टा कौन सा सूप बोलते उसको? वेजिटेबल मंचो सूप स्पेशल. एकम दम कैंडलुम एत्तिट्टा. ഡിഷാ ഹാപ്പി ബർത്ത്ഡേ ആവാറായി. കൃത്യം 12 മണിക്ക് നമ്മൾ കേക്ക് മുറിക്കുന്നതായിരിക്കും. അയ്യോ ഇത് സാധനം പിന്നെ വന്നിട്ടോ. അയ്യോ അടിപൊളി ചോക്ലേറ്റും. വെക്കി വെക്കി മമ്മിക്കല്ലേ? അടിപൊളി. അതാ കുറച്ച് ചോക്ലേറ്റും കാഡ്ബറീസ്. അങ്ങനത്തെ ലിഷയുടെ ബർത്ത്ഡേ വയസ്സൊന്നും പറയണില്ല അല്ല. അപ്പൊ ബർത്ത്ഡേക്ക് കേക്ക് മുറിക്കാനുള്ള പരിപാടിയിലാണ്. ഇപ്പൊ സമയത്തിനിടാ 1 more minute ഉണ്ട് 12 മണിക്ക്. അപ്പൊ 12 മണി ആയി കഴിഞ്ഞാല് നമ്മള് കേക്ക് മുറിക്കൂട്ടോ. നമ്മൾ കുറച്ച് ചോക്ലേറ്റ്സുകളും പിന്നെ ക്യാൻഡിൽ കത്തിച്ചു കൊടുത്തിട്ടുണ്ട്. നമ്മുടെ കേക്ക് റെഡി. അപ്പോൾ കേക്ക് മുറിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ബർത്ത്ഡേ ഗേളായ നമ്മുടെ മമ്മിയെ ഹാർദവമായി ക്ഷണിക്കുകയാണ്. പാട്ട് പാടിക്കാലോട്ട് പിള്ളേരാ. മമ്മി മമ്മി അപ്പൊ കേക്ക് മുറിക്കാൻ പോവാണ്. ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ഡിയർ മമ്മി, ഹാപ്പി ബർത്ത്ഡേ ടു യു. മമ്മിയുടെ കേക്ക് മുറിച്ചു കഴിഞ്ഞു. അപ്പൊ എനിക്കൊന്നുമില്ലടേ, ഞാൻ കൊടുക്കണ്ടേ? കാട്ടെ, ഞാനും കൊടുക്കട്ടെട്ടാ ഒരു കേക്ക്. Happy birthday to you, mommy. Happy birthday. Happy birthday. ഇപ്പളാ പാട്ട് വെച്ചേട്ടാ. കുറച്ച് കൈവിൽ കിട്ടിപ്പോയി. എന്തൊരു ഒരു ബോക്സ്, എന്തൊരു ബോക്സ് ഒക്കെ ഇട്ടില്ല. മമ്മിക്ക് 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 ഹാപ്പി ബർത്ത്ഡേ ടു യു.
ഒരു പ്രസന്റ് മമ്മിക്ക് ഒരു പ്രസന്റ് ജെന്നിഫറിന്റെ കിളി പോയിട്ടിരിക്കുന്നത് ഗിഫ്റ്റ് കൊടുത്ത മമ്മിക്ക് പിന്നെ ഡയമണ്ട് അങ്ങനെ നമ്മുടെ ഈ ബർത്ത്ഡേ ആഘോഷത്തിന്റെ അവസാനത്തിന്റെ ഒരു പാരമ്പര്യത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. ലോക്കറ്റൊക്കെ ഇട്ട് മമ്മി സുന്ദരിയായിരിക്കുകയാണ്. ഒഞ്ചിരിക്കണേ ഒന്ന് ചിരിക്കില്ല മമ്മി. എങ്ങനെയുണ്ട്? ये क्या है? ये पनीर बटर मसाला। मैं सब कर दूं? हाँ? नहीं सब। ബ്ലൂബെറി മൊജിറ്റോ വന്നിട്ടുണ്ട്. ലെമണും മിന്റും പിന്നെ ഒരു ഗ്യാസ് പോലെ വരുന്നു. അടിപൊളി. ഫുഡ് എല്ലാം അടിപൊളിയാട്ടോ, ഒരു രക്ഷയില്ല. ഇവിടെ കഴിക്കാൻ വേണ്ടി മെയിനായിട്ട് വേണ്ടത് സീ ഫുഡാണ്. പക്ഷെ നമുക്ക് നോമ്പായതുകൊണ്ട് വെജിറ്റബിൾ മാത്രമേ കഴിക്കാൻ പറ്റുള്ളൂ. എന്നാലും അടിപൊളിയായിരുന്നു. യെസ്, അത്ര വലിയ പൈസ ഒന്നും ആയില്ല. 122 ഉള്ളൂ വെജിറ്റബിൾ ആയ കാരണം. താജ് അൽ ബഹാർ സംഭവം കിടുകൊണ്ടോ. നിങ്ങളൊക്കെ ഒരു പ്രാവശ്യം ഈ ഫ്യൂച്ചറിലേക്ക് അങ്ങനെ പോകുമ്പോൾ ഈ വഴിക്കൂടെ പോകുമ്പോൾ ഇതിനോട്ട് കയറിക്കും. സംഭവം കിടു, ഭക്ഷണം കിട്ടും, നല്ല ആംബിയൻസ്, നല്ല സെറ്റപ്പ്, എല്ലാവരും ഹാപ്പി. കേക്ക് ഇതായി നിലക്കായി. നമ്മളൊരു നല്ലൊരു സന്തോഷത്തിൻ്റെ ഒരു ദിനം നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ്. എല്ലാവിധ ആശംസകളും നമ്മൾ നമ്മുടെ പൊണ്ടാട്ടിക്ക് കൊടുത്തിട്ട. പൊണ്ടാട്ടി ഭയങ്കര ഹാപ്പിയാണ്, കണ്ണൊക്കെ വളപ്പായി. അപ്പൊ അങ്ങനെ അടിപൊളി സെറ്റപ്പിൽ ഇതാ ആൾക്ക് എന്നെ കഴുത്തിലൊക്കെ കിടക്കണില്ലേ. ആൾക്ക് ഭയങ്കര നാളാ, കുഴപ്പമില്ല. അപ്പൊ പിള്ളേർക്ക് എങ്ങനെയുണ്ടായിരുന്നു ബർത്ത്ഡേ? അടിപൊളി. അപ്പൊ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ പറഞ്ഞേക്കാൻ മുന്നേ ഈ ഹോട്ടല് ദൈദിലാണ് സ്ഥിതി ചെയ്യുന്നത്. താജ് അൽ ബഹർ നമ്മുടെ ഒരു കൂട്ടുകാരന്റെ ഹോട്ടലാണ്. അടിപൊളി ഹോട്ടൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്പർ 1, ദൈദിലെ നമ്പർ 1 അറബികളുടെ ഫേവറേറ്റ് ഹോട്ടലാണ്. ഇവിടെ സീ ഫുഡാണ് കൂടുതലും അവര് മെയിൻ കോഴ്സായിട്ട് അവർ കൊടുക്കുന്നത്. അപ്പോൾ ഒരു പ്രാവശ്യം നിങ്ങൾ ഫ്യൂച്ചറിലേക്ക് അങ്ങനെ പോണ വഴിക്ക് ഇവിടെ ഒന്ന് കയറി നോക്കി നോക്ക്. താജ് അൽ ബഹാറിനാണ് ഹോട്ടലിന്റെ പേര്. നമ്മുടെ മോസ്ക് റൗണ്ട് പോട്ട് കഴിഞ്ഞ് ഫ്യൂച്ചറിലേക്ക് പോകുമ്പോൾ ലെഫ്റ്റ് സൈഡിലാണ് ഈ കട. അപ്പോൾ ഒന്ന് റൗണ്ട് അടിച്ച് വരേണ്ടി വരും, യൂട്ടേൺ എടുത്ത് വരേണ്ടി വരും. പക്ഷെ സംഭവം ഒരു പ്രാവശ്യം എക്സ്പീരിയൻസ് ചെയ്യാനുള്ള സംഭവമാണ്. അപ്പോൾ നമുക്ക് നിർത്താം. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ശുഭരാത്രി നേരുന്നു. ഒരിക്കൽ കൂടി നമ്മുടെ പൊണ്ടാട്ടിക്ക് ഹാപ്പി ബർത്ത്ഡേ പറഞ്ഞുകൊണ്ട് ഞങ്ങൾ വിടവാങ്ങുന്നു. ബൈ ബൈ.